ഇവിടെ കഴിഞ്ഞ നിയമസഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് അത് പ്രവാസികളെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒന്നായിട്ടാണ് വന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രവാസി എന്നോ നോർക്ക എന്നോ ഒരു പദം പോലും കാണാൻ വളരെ പ്രയാസമാണ്. അത്തരത്തിലൊരു ബജറ്റാണ് അവതരിപ്പിച്ചത്. ഇവിടെ കഴിഞ്ഞ സർക്കാർ പ്രവാസി പദ്ധതികൾക്കായി കഴിഞ്ഞ ബജറ്റിൽ 200 കോടി രൂപ മാറ്റിവെച്ചിരുന്നു. ആ സ്ഥാനത്ത് UDF സർക്കാർ ഒരു രൂപ പോലും പ്രഖ്യാപിച്ചില്ല എന്നത് അങ്ങേയറ്റം ഖേദകരമായ കാര്യമാണ്. പ്രഖ്യാപിച്ച കാര്യം പോലും തുറന്നുണ്ടാകും എന്ന് പറയുന്ന നില ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ പദ്ധതികളുടെ ഭാവി എന്താകും എന്നതിനെപ്പറ്റി വലിയ ഉത്കണ്ഠ പൊതുവെ തന്നെ നിലനിൽക്കുകയാണ്. ഇവിടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്കുണ്ട്. അത് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നേ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേമ പദ്ധതികൾ ആകർഷകമാക്കാനുള്ള പാക്കേജുകൾ ഉണ്ടാവണം എന്നേ ആവശ്യമുണ്ട്. ഇതെല്ലാം ഒരു സർക്കാർ എന്ന നിലയ്ക്ക് പരിഗണിക്കാൻ കഴിയേണ്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോഴത്തെ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം എല്ലാ അർത്ഥത്തിലും തിരുത്തേണ്ടതായിട്ടുണ്ട് എന്നതാണ് ഇവിടെ കാണേണ്ട കാര്യം. നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിൽ വലിയ തോതിലുള്ള വളർച്ച ഉണ്ടായ ഒരു ഘട്ടമാണിത്. എന്നാൽ കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ഞാൻ വളരെ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം നാം കണ്ടത് നമ്മുടെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഞങ്ങളൊക്കെ പോയി അവിടെ ഇരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയോ അന്ന് പ്രതിപക്ഷമായിരുന്ന ആളുകളോ വന്നിരുന്നില്ല എന്നത് നിങ്ങൾ ഓർക്കണം. പക്ഷേ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോയിരുന്നു. അപ്പോൾ കണ്ട കാഴ്ച ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ വന്ദേ മാതരം അങ്ങ് ചൊല്ലുകയാണ്. വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിൽ പ്രഖ്യാപിതമായ നിലപാട് രാജ്യത്തിനുണ്ട്. ഇപ്പോഴുള്ളതല്ല, പണ്ടേയുണ്ട്. രാജ്യത്തിനുണ്ട്, കോൺഗ്രസ്സിന് പാർട്ടി എന്ന നിലക്കുണ്ട്. കോൺഗ്രസ്സുകാരനാണല്ലോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അപ്പോൾ നെഹ്റു അംഗീകരിച്ചൊരു നയമുണ്ട് വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിൽ, വന്ദേ ഭാരതിൻ്റെ കാര്യത്തിൽ. വന്ദേ മാതരം എങ്ങനെ ചൊല്ലാം എന്നതിനെപ്പറ്റി രാജേന്ദ്രപ്രസാദാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ പറയുന്നത്. വന്ദേ മാതരം ആകെ എടുത്താൽ മതനിരപേക്ഷതയ്ക്ക് നിരക്കുന്നതല്ല. നമ്മുടെ രാഷ്ട്രം അത് മതനിരപേക്ഷ രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ വന്ദേ മാതരം ആകെ ചൊല്ലേണ്ടതില്ല. വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ ഈരടികൾ മാത്രം ചൊല്ലാം. ഇതാണ് രാജ്യം അംഗീകരിച്ച നയം. പക്ഷേ അവിടെ ചെന്നിരുന്നപ്പോൾ കണ്ടത് വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലുന്നതാണ്. വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലുക എന്നത് RSSൻ്റെ നയമാണ്. അപ്പോൾ RSSൻ്റെ നയത്തിന് കീഴ്പ്പെടുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. ഇതിന് ശക്തമായ എതിർപ്പുയർന്നു, വിമർശനമുയർന്നു. ഇപ്പോൾ വീണ്ടും വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലണം എന്ന് സംസ്ഥാന ഗവൺമെൻറ് താഴോട്ട് സർക്കുലർ അയച്ചു എന്ന വാർത്തകൾ വന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ആരുടെ നിലപാടാണത്? നമ്മുടെ രാജ്യം അത് അംഗീകരിച്ചിട്ടില്ല. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടി അത് അംഗീകരിച്ചിട്ടില്ല. എന്തിനാണ് RSSൻ്റെ നയത്തിന് കീഴ്പ്പെടുന്നത്? RSSൻ്റെ അജണ്ടയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട്
വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലി പ്രീതി സമ്പാദിക്കാൻ നോക്കുകയാണ്. ഇനിയും ദിവസമുണ്ട്. അടിയന്തരമായി ഇടപെടണം. ദുരഭിമാനം കാണിക്കരുത്. ഇത് മതനിരപേക്ഷതയുടെ പ്രശ്നമാണ്. മതനിരപേക്ഷത സംരക്ഷിക്കുന്ന നിലപാടുകളെ കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കാവൂ. ആ കാര്യത്തിൽ മതനിരപേക്ഷ ചിന്താഗതിക്കാർക്കെല്ലാം വൻ നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സർക്കാർ അയച്ചിട്ടുള്ള സർക്കുലർ അടിയന്തരമായി പിൻവലിക്കണം. വന്ദേമാതരത്തിൻ്റെ ആദ്യ ഈരടി ചൊല്ലുന്നത് എല്ലാവരും അംഗീകരിച്ചതാണ്. ആ ആദ്യ ഈരടി ചൊല്ലിക്കോട്ടെ, അതിൽ തർക്കമില്ല. അതിനപ്പുറം കടക്കാൻ പാടില്ല. ഇതിൽ വ്യക്തത ഉണ്ടാക്കണം. നിങ്ങളറിയുമായിരിക്കുമല്ലോ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇന്ത്യ ഗവൺമെൻറ് BJPയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ്റാണ്. BJPയുടെ നേതൃത്വം RSSനാണ്. RSSന് എല്ലാ കാര്യത്തിലും RSSൻ്റെ അജണ്ടയുണ്ട്. അവരൊരു വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നു. ആ നിയമ ഭേദഗതിയിൽ അവർ പറഞ്ഞത് അമുസ്ലിങ്ങൾ വഖഫ് ബോർഡിൽ വേണമെന്നാണ്. എല്ലാവരും എതിർത്തു. അതിനെ മതനിരപേക്ഷ ശക്തികളാകെ എതിർത്തു. പാർലമെൻറ്റിൽ വലിയ വിമർശനം അതിനെതിരെ ഉയർന്നു. സംസ്ഥാന നിയമസഭ ഏകണ്ഠമായി പ്രമേയം അംഗീകരിച്ചു. വലിയ വിമർശനം ഉയർന്നു വന്നു. സംസ്ഥാന ഗവൺമെൻറ് അതിനെതിരെ കോടതിയിൽ പോയി. അന്ന് LDF ഗവൺമെൻറ്റാണ്. കോടതിയിൽ ആ കേസ് നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് നിയമം അവിടെ പാസ്സായി. ആ നിയമം അനുസരിച്ചുള്ള വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ട ഘട്ടം വന്നു. പഴയ വഖഫ് ബോർഡിൻ്റെ കാലപരിധി കഴിഞ്ഞു. ഞങ്ങൾ പുനഃസംഘടിപ്പിക്കേണ്ട ഘട്ടം വന്നു. ആ പുനഃസംഘടന നടത്തി. എങ്ങനെ? നിയമത്തിൽ പറഞ്ഞ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ല. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താതെ തന്നെ പുനഃസംഘടന നടത്തി. ആ ഭാഗം കൂടി ഒഴിച്ചിട്ടു. ബോർഡ് നടക്കുകയാണ്, ബോർഡ് പ്രവർത്തിക്കുകയാണ്, ഒരു തർക്കവുമില്ല. ബോർഡ് പ്രവർത്തിച്ചു വരുന്നു. സംഘപരിവാർ താല്പര്യത്തോടെ അതിനെതിരെ ഒരു ഹർജി പോയി കോടതിയിൽ. അപ്പോൾ LDF ഗവൺമെൻറ് അല്ല, UDF ഗവൺമെൻറ്റാണ്. UDF ഗവൺമെൻറ് അങ്ങോട്ട് കയറി പറയാണ്, ഈ നിയമം അനുസരിച്ചുള്ള അമുസ്ലിങ്ങളെ അടക്കം ഉൾപ്പെടുത്തിയുള്ള ബോർഡാണ് വേണ്ടത്. ഇപ്പോൾ വന്ന ബോർഡ് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ഈ ബോർഡിനെ പിരിച്ചുവിടണം. ഞങ്ങൾ അമുസ്ലിങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡ് പുനഃസംഘടിപ്പിച്ചോളാം. എന്താണിത്? രാജ്യത്തൊട്ടേറെ മതങ്ങളില്ലേ? ആ മതങ്ങൾക്കെല്ലാം വിവിധ തരത്തിലുള്ള മതസ്ഥാപനങ്ങളില്ലേ? ഏതെങ്കിലും ഒരു മതത്തിന് ആ മതത്തിൽ പെടാത്ത ആളുകൾ ഉൾപ്പെടുന്ന ആ സ്ഥാപനത്തിൻ്റെ ഭരണ സംവിധാനമുണ്ടോ? ഒന്നിനുമില്ല. എന്തേ ഇവിടെ മാത്രം അത് വരാൻ കാരണം? അത് RSS അജണ്ട. ആ RSS അജണ്ടയ്ക്ക് എങ്ങനെ കീഴ്പ്പെടുന്ന നില വരുന്നു? ഇവിടെ ആരാ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ് അമുസ്ലിങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പുനഃസംഘടിപ്പിച്ചോളാം എന്ന് പറയുന്നത്. എന്താണ് UDF ഗവൺമെൻറ് നയം? ഇത് RSSനുള്ള കീഴ്പ്പെടലല്ലേ? ഇതിൽ പരം കീഴടങ്ങൽ വേറെയുണ്ടോ? ഇതൊരു ഭാഗം.